കരഞ്ഞതുകൊണ്ട് കാര്യമില്ല മീര. കസ്റ്റമറിനോട് 1 അവറിന് അങ്കിൾ വാങ്ങിക്കുന്നത് 5000 രൂപയാ. മോള് സഹകരിച്ചേ പറ്റൂ, അല്ലെങ്കിൽ അറിയാവല്ലോ എന്നെ വെട്ടി തുണ്ടമാക്കി കഴിവന്മാർ കറിഞ്ഞു കൊടുക്കും. നിന്റെ കൂടെ ഉണ്ടായിരുന്ന 2 പേർ സ്വയം ശിക്ഷ വിധിച്ച് മരണത്തിലേക്ക് പോയെങ്കിലും മോളുടെ ഈ കരച്ചിൽ അങ്കിളിനൊരു വല്ലാത്ത ലഹരിയാണ്. അച്ചായ, ചായ. അച്ചായ, എന്തു പറ്റിയ ചായ? അച്ചായ, ഇന്ത്യയിലെ അറിയപ്പെടുന്ന 2 ഡോക്ടർമാർ, ഡോക്ടർ റൊണാൾഡ്, ഷീല റൊണാൾഡ്. നമ്മുടെ ജീവിതം കൊച്ചിയിലെ ഒരു ഫ്ലാറ്റിൽ 4 മൂലയിൽ ഒതുങ്ങിപ്പോയല്ലോ. മോളുടെ കാര്യം ഓർക്കുമ്പോൾ ഒരെത്തും പിടി കിട്ടുന്നില്ല. നമ്മളുടെ കാലം കഴിഞ്ഞാൽ അവൾക്കാരാ? മോൾക്കൊന്നും സംഭവിക്കില്ല അച്ചായ. ഒരു പക്ഷേ ഇതൊക്കെ നമ്മൾ ഒരുമിച്ച് കാണുന്ന സ്വപ്നമാണെങ്കിലോ അല്ലെന്നറിയാമെങ്കിലും നമുക്ക് അങ്ങനെ ഓർത്ത് സമാധാനിക്കാം. മോളു ഉറങ്ങിയോ? മോളെ ശല്യപ്പെടുത്തണ്ട, കട്ടിലേക്ക് പിടിച്ചെടുത്തോ, ഉറയിക്കോട്ടെ. ഹലോ, എൻ്റെ പേര് രാഹുൽ. ഞാൻ നെറ്റിൽ കണ്ടിട്ട് വിളിക്കുക. ആ ലൊക്കേഷൻ ഒന്ന് പറഞ്ഞു തരാമോ? നിങ്ങളിപ്പോൾ എവിടെയുള്ളത്? ഞാനിവിടെ കൊച്ചിയിലുണ്ട്. ടൗണിൽ ഷൂമാർട്ടിനെ പിന്നിലെത്തിയിട്ട് വിളിക്കൂ. 1 മണിക്കൂറിന് 5000 അല്ലേ പറഞ്ഞേ? എന്തെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാവോ? നോ.
യഹോവായ ദൈവം മനുഷ്യനിൽ നിന്ന് എടുത്ത വാരിയലിനെ ഒരു സ്ത്രീയാക്കി അവളെ മനുഷ്യന്റെ അടുക്കൽ കൊണ്ടുവന്നു. അപ്പോൾ മനുഷ്യൻ, ഇത് ഇപ്പോൾ എൻ്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയും എൻ്റെ മാംസത്തിൽ നിന്ന് മാംസവുമാകുന്നു. ഇവളെ നരനിൽ നിന്നെടുത്തിരിക്കയാൽ ഇവൾക്ക് നാരി എന്ന് പേരാകുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് പുരുഷൻ അപ്പനെയും അമ്മയെയും വിട്ടുപിരിഞ്ഞ് ഭാര്യയോട് പറ്റിച്ചേരും, അവർ ഏകദേഹമായി തീരും. മനുഷ്യരും ഭാര്യയും ഇരുവരും നഗ്നരായിരുന്നു, അവർക്ക് നാണം തോന്നിയില്ല താനും. യഹോവയായ ദൈവം ഉണ്ടാക്കിയ എല്ലാ കാട്ടുജന്തുക്കളെക്കാളും പാമ്പ് കൗശലമേറിയതായിരുന്നു. സാർ, അവരുടെ കൂടെയുള്ള പെൺകുട്ടി ഉമ്മയാണ്. അവരെ വിളിക്കൂ. ശരി സാർ. ഡോക്ടർ റൊണാൾഡ്, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ പ്രൊഫസർ. ഷീല റൊണാൾഡ്, അറിയപ്പെടുന്ന ന്യൂറോളജിസ്റ്റ്. ഡോക്ടർ റൊണാൾഡ്, എനിക്ക് മനസ്സിലാവുന്നില്ല, താങ്കളെപ്പോലൊരു വ്യക്തി എന്തിനു വേണ്ടി സംസാരിക്കാൻ പോലും കഴിയാത്ത ഈ കുട്ടിയെ വെച്ച് ഒരു വേശ്യാലയം നടത്തുന്നു. എന്താ, കിട്ടുന്ന വരുമാനം പോരാഞ്ഞിട്ടാണോ? ഈ കുട്ടി മാത്രമേ ഉള്ളോ, അതോ? സർ, നാവിനെ സൂക്ഷിച്ചുപയോഗിക്കുക. മകളെ പറ്റി ഓർത്ത് ചങ്ക് തകർന്നു നിൽക്കുന്ന ഒരച്ഛനും അമ്മയുമാണ് സാറിന് മുന്നിൽ ഇരിക്കുന്നത്. ഈ കൈകൾ ഒരുപാട് പേരുടെ ജീവിതം രക്ഷിച്ചിട്ടുണ്ട്. തോന്നിയ ദിവസം പറഞ്ഞാൽ എന്ത് ചെയ്യാനും മടിക്കില്ല ഈ കൈകൾ. മിസ്റ്റർ റൊണാൾഡ്, I have only one question. Who is she? സാർ അവളെ പറ്റി ചോദിച്ചില്ലേ? അതിനു മുമ്പ് സാറിന് ഞാൻ ആരാണെന്നറിയോ? ഒരുപക്ഷെ ഇങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവും. കോയമ്പത്തൂർ മെഡിക്കൽ കോളേജ് MBBSന് പഠിച്ചുകൊണ്ടിരുന്ന തിരുവനന്തപുരം സ്വദേശിയായ ഒരു വിദ്യാർത്ഥിനിയെ ഒരു രാഷ്ട്രീയ നേതാവും മറ്റു രണ്ടുപേരും കൂടി റേപ്പ് ചെയ്ത കഥ. അന്ന് മീഡിയകളും പത്രമാധ്യമങ്ങളും ഒരുപാട് ആഘോഷിച്ചു. ഒരുപാട് സ്ത്രീ സംഘടനകളും അന്ന് രംഗത്ത് വന്നു. എല്ലാം ഒരാഴ്ചത്തേക്ക് മാത്രം. ഒന്ന് ആത്മഹത്യ ചെയ്യാൻ പോലും പറ്റാത്ത വിധത്തിൽ ആ കഴുകന്മാരെന്നെ തളർത്തിക്കളഞ്ഞു. സാറിനറിയോ ഒരു ക്രിമിനൽ സത്യനാഥനെ? അവനാണ് എന്റെ മോളെ ഈ നിലയിലാക്കിയ പ്രധാന പ്രതി. അവന്റെ കൂടെ ഉണ്ടായിരുന്ന മറ്റു രണ്ടുപേർ പോലീസ് പിടിയിലാകുന്നതിന് മുമ്പ് തന്നെ ആത്മഹത്യ ചെയ്തു. നിങ്ങൾ ഈ പറഞ്ഞ സത്യനാഥ് എന്ന വ്യക്തി 2 വയസ്സുകാരിയെ പീഡിപ്പിച്ചതുൾപ്പെടെ നിരവധി പീഡന കേസിൽ പ്രതിയാണ്. തമിഴ്നാട് പോലീസ് ഇയാളെ പറ്റി 1 വർഷമായിട്ട് അന്വേഷണത്തിലാണ്. സത്യനാഥും ഈ കുട്ടിയുമായിട്ട് എന്താ ബന്ധം? അതിലേക്കാ പറഞ്ഞു വരുന്നത്. പലതവണ പോലീസ് വലയിൽ ഇയാൾ കുടുങ്ങിയെങ്കിലും കോടതിയിൽ ഇയാൾക്ക് വേണ്ടി വാദിക്കാൻ ലക്ഷങ്ങൾ മുടക്കി ബോംബെയിൽ നിന്നടക്കം അഭിഭാഷകരെ കൊണ്ടുവന്ന് ഇയാൾ രക്ഷപ്പെടും. എന്റെ മോളുടെ കാര്യത്തിലും അത് തന്നെ സംഭവിച്ചു. സാറ് ചോദിച്ചല്ലോ സത്യനാഥും മീരയും തമ്മിലുള്ള ബന്ധം എന്താണെന്ന്. എന്റെ മോളെ ഈ അവസ്ഥയിലാക്കിയ നായിന്റെ മോനായി നിൽക്കുന്നത്. മീര എന്ന് ഞങ്ങൾ വിളിക്കുന്ന സത്യനാഥ്.
എല്ലാ പഴുതുകളും എൻ്റെ മുമ്പിൽ അടഞ്ഞപ്പോൾ ഒരു ഡോക്ടർ അല്ലെങ്കിൽ ഒരു അച്ഛൻ എന്ന നിലയിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ പ്രതികാരം ആദ്യം കൊല്ലണമെന്നാണ് കരുതിയത്. പക്ഷേ ഇവൻ അറിയണം എൻ്റെ മോൾ അനുഭവിച്ച വേദന, ഒരു പെണ്ണിന്റെ മാനത്തിന്റെ വില, മകളെപ്പറ്റി എല്ലാ സ്വപ്നങ്ങളും തകർന്നു പോയ ഒരച്ഛൻ്റെയും അമ്മയുടെയും വേദന എല്ലാവും മനസ്സിലാക്കണം. അതിന് ഒരുപാട് ആലോചിച്ച ശേഷം ഞങ്ങളെടുത്ത തീരുമാനമാണ് സെക്സ് റീഅസൈൻമെന്റ് സർജറി. ആദ്യം ഇവനെ സർജറി ചെയ്ത് പെണ്ണാക്കി, കൂട്ടത്തിൽ സംസാരശേഷിയും നഷ്ടപ്പെടുത്തി, ഒരു വേശ്യയാക്കി മാറ്റി. I cannot believe. You should believe. You should believe, officer. Cool down, man. Cool down. സർ, ഓരോ ദിവസം കഴിയുന്തോറും ജീവിതത്തിൽ നിന്നും മരണത്തിലേക്കുള്ള ദൂരം കുറയുകയാണല്ലോ എന്നൊറ്റ ആശ്വാസം മാത്രമേ ഞങ്ങളുടെ 3 പേരുടെയും ജീവിതത്തിൽ ഇപ്പോൾ ഉള്ളത്. സാറേ, റൂമിനകത്ത് കയറിയപ്പോഴും ഒരു പന്തികേട് തോന്നിയതായിരുന്നു. പിന്നെ ഞാനിത് ഇന്നും ഇന്നലെ തുടങ്ങിയ പരിപാടിയൊന്നുമല്ല. രൂപ 5000. ഇവനെ പിടിച്ച് ലോക്കപ്പിലിട്. സാർ ഇങ്ങോട്ട് വാടാ. സാർ മീഡിയം പത്രക്കാരൻ പുറത്ത് വെയിറ്റ് ചെയ്യുന്നു. ആ, ഓക്കെ. മനസ്സുകൊണ്ട് ഞാൻ നിങ്ങളുടെ കൂടെ. എനിക്കും 2 വയസ്സുകാർ മോളുണ്ട്. റേപ്പ് ചെയ്തെന്ന് പൂർണ്ണ തെളിവുണ്ടെങ്കിൽ പബ്ലിക്കായി ഇവന്റെ ഒക്കെ അരിഞ്ഞു മാറ്റുന്ന നിയമം കൊണ്ടുവരണം നമ്മുടെ ഈ രാജ്യത്ത്. എങ്കിലേ നമ്മുടെ അമ്മ പെങ്ങന്മാർക്ക് മനസമാധാനത്തോടെ നമ്മുടെ ഈ നാട്ടിൽ ജീവിക്കാൻ പറ്റൂ. സാർ ലോക്കപ്പിലെല്ലാം ആണുങ്ങളാ, അവിടെ കൂടുതൽ മീര എങ്ങനെയാ? റേപ്പ് ചെയ്തവന്റെ മരവിപ്പിക്കണം, വെട്ടിക്കളയണമെന്നൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇത് ഒരു സ്ത്രീ നശിച്ചാൽ ഒരു ഭവനം നശിച്ചു. ഒരു ഭവനം നശിച്ചാൽ ഒരു കുലം നശിച്ചു. ഒരു കുലം നശിച്ചാൽ ഒരു ഗ്രാമം നശിച്ചു. ഒരു ഗ്രാമത്തിന്റെ നാശം നാടിന്റെ നാശമാകും. സ്ത്രീകൾക്കെതിരെയുള്ള അക്രമങ്ങൾ പെരുകുമ്പോൾ നീതിയുടെ രഥചക്രങ്ങൾ അതിവേഗം ഉരുളട്ടെ.